ഹലോ ഫ്രണ്ട്സ്, AVS സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡീസ് സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജോഗ്രഫിയുടെ PYQ അനാലിസിസ് സെഷനാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2014-18 PYQ അനാലിസിസ് ജോഗ്രഫിയുടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ ഓരോ സബ്ജക്റ്റ് വൈസ് അനാലിസിസ് PYQ അനാലിസിസ് സെഷൻ ഉണ്ട്. ഏതെങ്കിലും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നമുക്ക് ക്ലാസ്സസ് കാണാൻ പറ്റും. വീക്കിൽ 3 ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AVS സിവിൽ സർവീസ് അക്കാഡമി. നമ്മൾ 2026 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ KS വീക്കെൻഡ് ബാച്ചുകളും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഫൗണ്ടേഷൻ ബാച്ചസും എന്ത് ചെയ്യുന്നുണ്ട്, വീക്കെൻഡിൽ ഫൗണ്ടേഷൻ ബാച്ചസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്കൂളിൽ പോണ പിള്ളേര്, അതുപോലെ തന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതായത് സിവിൽ സർവീസ് എക്സാമിന്റെ കാര്യം നമുക്കറിയാം, നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ മേലെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സിവിൽ സർവീസിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, ഈ ക്ലാസ്സസും അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സിവിൽ സർവീസ് എക്സാം നമുക്ക് അറിയാം, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. നല്ലൊരു കോച്ചിങ് എന്താണ് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, അറിയാൻ വേണം. അതിന്റെ ആ ഒരു ഡിസ്കഷനും ഓക്കെ നമ്മൾ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വഴി ഈ ഒരു PYQ അനാലിസിസ് സെഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ്സസും അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റിന്റെ വേണ്ടെങ്കിലും എന്തുണ്ടാവും, സബ്ജക്റ്റ് അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 2014-18 ജോഗ്രഫിയുടെ ക്ലാസ്സസ് അല്ലെങ്കിൽ PYQ അനാലിസിസ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ 2015 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നൊരു 8 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 8 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 2015 ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ക്ലാസ് ആയിരിക്കും, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്. In the South Atlantic and Southeastern Pacific region in tropical latitudes, cyclones do not originate. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ തന്നെ. എന്നിട്ട് എന്താ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ റീസൺ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കൂ, എനിക്കിപ്പോ സൈക്ലോൺസ് ഇവിടെ കംപ്ലീറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിനകത്ത് അല്ലെങ്കിൽ സൗത്ത് അറ്റ്ലാന്റിക് സൗത്ത് ഈസ്റ്റേൺ പസഫിക് റീജിയനിൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യാത്തതെന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം നോക്കി, സൈക്ലോൺസ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഒരുപാടുണ്ട്, അത് കംപ്ലീറ്റ് എടുത്ത് അപ്പൊ നമുക്ക് ഇതിൻ്റെതായ പരിമിതികൾ എന്തുണ്ടാവും, യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ് തരുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് അറിയാതിരിക്കോ അല്ലെങ്കിൽ സൈക്ലോൺസിനെ കുറിച്ചോ ജിയോഗ്രഫിയുടെ ബേസിക്സോ ഒക്കെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ തന്നെ ആയിരിക്കും ജിയോഗ്രഫി എടുക്കണേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താ തന്നേക്കുന്നത്, സീ സർഫസ് ടെമ്പറേച്ചർ അല്ലെ. സീ സർഫസ് ടെമ്പറേച്ചർ എന്താണ്, ലോ ആണെന്നാണ് ഫസ്റ്റ് തന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നത് അതാണ്. ഈ രണ്ടാമത്തതോ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ സെൽഡം ഒക്കേഴ്സ്, ITCZ എന്ന് പറയും. ഓക്കെ, ഈ ITCZ നമുക്ക് ക്ലൈമറ്റോളജി, ഇന്ത്യൻ ക്ലൈമറ്റ് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ മൺസൂൺ മൊത്തം എന്താണ്, ഈ ഒരു ITCZ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മുടെ വിൻസ്, ഓക്കെ, എല്ലാ വിൻസും നമ്മൾ പറയുക ഈ ഒരു ITCZ വെച്ചിട്ടാണ്. നമ്മുടെ ഓഷ്യാനിക് കറൻസ് തൊട്ട് എല്ലാ കാര്യങ്ങളും, ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചറും പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ്, ഈ ഒരു ITCZ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. മൂന്നാമത്തെ നോക്കിയേ, കോറിയോളിസ് ഫോഴ്സ് ഈസ് 2 വീക്ക്. ഓക്കെ, കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. വിൻഡ് എടുത്താലും ഈ സൈക്ലോൺ എടുത്താലും എന്തെടുത്താലും എന്താണ്, കോറിയോളിസ് ഫോഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ആബ്സെൻസ് ഓഫ് ലാൻഡ് ഇൻ ദോസ് റീജിയൻസ്. ഓക്കെ, ഇത്രയുമാണ് എന്ത് ചെയ്തേക്കുന്നത്, തന്നേക്കുന്നത്. ഓക്കെ, സൈക്ലോൺസ് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് സൗത്ത് അറ്റ്ലാന്റിക്കിലും സൗത്ത് ഈസ്റ്റേൺ പസഫിക്കിലും അത് ഒറിജിനേറ്റ് ചെയ്യാത്തത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഓക്കെ,
സൈക്ലോൺസ് എന്താന്ന് നമുക്കറിയാലോ. സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ സിസ്റ്റം ആണ് അല്ലെ, ഒരു ഡിസ്റ്റർബൻസ്. ഈ സൈക്ലോൺ എന്ന് കേട്ടാൽ ആലോചിച്ചോളാം എന്താണ്, എന്തോ ഒരു ഡിസ്റ്റർബൻസസ് ആണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സൈക്ലോൺ എന്തുകൊണ്ടാണ് ഈ ഒരു റീജിയനിൽ ഇല്ലാത്തതെന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആക്ച്വലി ITCZ സെൽഡം ഒക്കേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ITCZ സെൽഡം ഒക്കേഴ്സ് എന്നുള്ളതാണ്. ആബ്സെൻസ് ഓഫ് ലാൻഡ് ഇൻ ദോസ് റീജിയൻ അല്ല, അതുപോലെ തന്നെ എന്താണ്, ചില സ്ഥലത്ത് സീ സർഫസ് ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ടാണെന്നും ഉണ്ട് കേട്ടോ. ആക്ച്വലി എന്താണ് ആൻസർ വരുന്നത്, ITCZ സെൽഡം ഒക്കേഴ്സ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പോവുകയാണെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻഡിക്കേറ്റ് ദി ഈസ്റ്റേൺ മോസ്റ്റ് ആൻഡ് വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ്. ഇതിന് നമ്മൾ ജോഗ്രഫിയുടെ ക്ലാസ്സോ അല്ലെങ്കിൽ വലിയ വലിയ ജോഗ്രഫിയുടെ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ, വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാവുന്നത് അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ ആണോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് ഗുജറാത്ത് ആണോ എന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷൻ വരും. എന്താണ്, അരുണാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത് തന്നെയാണ്. ഓക്കെ, അരുണാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്, അരുണാചൽ പ്രദേശ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഗുജറാത്ത് ആണ്. നമുക്കറിയാം ഇന്ത്യ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആണ്. ഓക്കെ, ഇന്ത്യയുടെ മെയിൻലാൻഡ് തന്നെ എന്താണ്, അതിനകത്ത് നമ്മളിപ്പോ ലോഞ്ചിറ്റ്യൂഡ് വൈസ് അത് പറയുവാണെങ്കിൽ, ഓക്കെ, ഇന്ത്യയുടെ ലാൻഡ് മാസ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് വൈസ് പറയുവാണെങ്കിൽ എവിടം തൊട്ട് എവിടം വരെയാ നമ്മൾ പറയാ, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ എത്ര വരെയുണ്ട്, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ് എന്ത്, ഇന്ത്യയുടെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ നമ്മൾ പറയാം. അപ്പൊ ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും, അരുണാചൽ പ്രദേശ് ആയിരിക്കും. ഓക്കെ, ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും, ഗുജറാത്ത് ആയിരിക്കും. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ അറിയാലോ അല്ലെ. ഓക്കെ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്, എർത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ് അല്ലെ. കാരണം കൃത്യമായിട്ട് ഇപ്പൊ ഒരു നമുക്ക് നമ്മുടെ അഡ്രസ്സ് പറയാനാണെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ന ഹൗസ് ആണ്, ഇന്ന PO, ഇന്ന വഴി, പിൻകോഡ് വെച്ച് പറയാം അല്ലെ. അതുപോലെ തന്നെ എർത്തിലുള്ള ഒരു സ്ഥലം നമുക്ക് അതിന് കൃത്യമായ ലൊക്കേഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വഴിയേ പറ്റുള്ളൂ, ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡ്സും വഴിയല്ലേ പറ്റത്തുള്ളൂ. നോക്കൂ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഈ താഴേക്കുള്ളത് ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെ, ഈസ്റ്റ് ടു വെസ്റ്റ് നമ്മൾ പറയുന്ന ഈ ലോഞ്ചിറ്റ്യൂഡ്സും അതുപോലെ തന്നെ നോർത്ത് സൗത്ത് പറയുന്ന ലാറ്റിറ്റ്യൂഡുകളും. അപ്പൊ ഇത് എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ കൺവേർജ് ചെയ്യുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഗുജറാത്തും അരുണാചൽ പ്രദേശും ആണ് ഏത്, വെസ്റ്റേൺ മോസ്റ്റും ഈസ്റ്റേൺ മോസ്റ്റും. ഓക്കെ, സോ ഏതാണ്, അരുണാചൽ പ്രദേശ് ആൻഡ് ഗുജറാത്ത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ, വാട്ട് എക്സ്പ്ലെയിൻസ് ദി ഈസ്റ്റേൺ വേർഡ് ഫ്ലോ അല്ലെങ്കിൽ ഈസ്റ്റ് വേർഡ് ഫ്ലോ ഓഫ് ദി ഇക്വറ്റോറിയൽ കൗണ്ടർ കറന്റ്. ഓക്കെ, ഇക്വറ്റോറിയൽ കൗണ്ടർ കറന്റ്. ഓക്കെ, അത് നമ്മൾ എവിടെയാ കാണാൻ പറ്റുക, ഓഷ്യൻ കറന്റ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത്, കറന്റ്സിനെ കുറിച്ച്, ഓഷ്യന്റെ കറന്റ്സിനെ കുറിച്ച് പറയുന്നത്. ഓഷ്യൻ വാട്ടറിന് എന്തുണ്ട്, രണ്ട് മൂവ്മെന്റുകളുണ്ട്. ഓക്കെ, ഏതാണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റും ഉണ്ട്. ഓക്കെ, ഓഷ്യൻ വാട്ടറിന്റെ മൂവ്മെന്റ് നമ്മൾ പറയുവാണെങ്കിൽ, ഓക്കെ, ഓഷ്യൻ വാട്ടറിന്റെ മൂവ്മെന്റ് പറയുവാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലിയും പറയും, അതുപോലെ തന്നെ എന്തും പറയും, വേർട്ടിക്കലിയും പറയും. ഓക്കെ, ഇതില് വേർട്ടിക്കൽ കറന്റ് ആണ് നമ്മളെ ടൈഡ്. ഓക്കെ, നമ്മൾ എന്ത് പറയും, ടൈഡ്സ് പറയും അല്ലെ, ടൈഡ്സ് പറയും. അതുപോലെ തന്നെ അപ്വെല്ലിംഗ്, ഡൗൺ വെല്ലിംഗ്, സിങ്ക് ചെയ്യുക, അതൊക്കെ നമ്മൾ എന്ത് പറയും, വേർട്ടിക്കൽ മൂവ്മെന്റിൽ പറയും. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട് ഓഷ്യൻ വാട്ടറിന്റെ. ആ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്ന് പറയുന്നതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറന്റ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്സ് ഉണ്ട്, എന്ത്, വേവ്സ്. ഓക്കെ, നമ്മുടെ തിരമാലകൾ, അതും എന്താണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. ഇതിൽ കറന്റ്സ് എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഒരു സ്ഥലത്തുള്ള ക്ലൈമറ്റ്, അതുപോലെ തന്നെ അവിടെയുള്ള ഫിഷ് എത്ര ഉണ്ടാവും, ആ ഭാഗത്തെ എല്ലാ കാര്യത്തിനും ഒരു നമ്മുടെ ഈ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കൺട്രീസിനൊക്കെ അതിന്റെ ഒക്കെ എന്താണ്, ജോഗ്രഫീനെയും അതുപോലെ തന്നെ അതിന്റെ ക്ലൈമറ്റിനെയും ഒക്കെ എന്ത് ചെയ്യുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, ഓഷ്യൻ കറന്റ് എന്ന് ഉള്ളത്. ഓക്കെ, നമ്മുടെ ഇപ്പൊ ഓഷ്യൻ കറന്റിന്റെ ഒറിജിനും അതുപോലെ തന്നെ അതിന്റെ ഫോർമേഷനും മൂവ്മെന്റും ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിന്. ഏതൊക്കെയാണ്, പ്രിവെയിലിംഗ് വിൻഡുകള്, നമ്മുടെ ടെമ്പറേച്ചർ, ഇൻസുലേഷൻ നമുക്ക് വിളിക്കാം. ഓക്കെ,
എന്തുണ്ട് വാട്ടർ, ഇപ്പൊ നമ്മുടെ വാട്ടറിന് എന്തുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട് എന്ത് ചെയ്യാനുള്ളത്, മൂവ് ചെയ്യാനുള്ളത്. അതായത് വാം ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് കോൾഡ് ആയിട്ടുള്ള ഏരിയയിലേക്കും കോൾഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വാം ആയിട്ടുള്ള ഏരിയയിലേക്കും ഒക്കെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്തുണ്ട്, വാട്ടറിനുണ്ട്. അതാണ് ആക്ച്വലി ഓഷ്യൻ കറണ്ടിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു സ്ഥലത്ത് കൂൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അവിടത്തേക്ക് വാം കറണ്ട് എന്ത് ചെയ്യും, വരും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ വാം ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടത്തേക്ക് കൂൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള എന്ത് ചെയ്യും, കറണ്ട്സ് വരും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്ത് പ്രിവെയിൽ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്ത്, സലൈനിറ്റി. സലൈനിറ്റി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സലൈനിറ്റി കൂടും, ഡെൻസിറ്റി കൂടും, ഒരു വാട്ടർ സിങ്ക് ചെയ്യും. അങ്ങനെ സിങ്ക് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് സിങ്ക് ചെയ്യുമ്പോൾ മറ്റേ സ്ഥലത്ത് എന്ത് ചെയ്യും, പൈൽ ചെയ്യും. ഓക്കെ, ഒരു സ്ഥലത്ത് സിങ്ക് ചെയ്യുമ്പോൾ മറ്റേ സ്ഥലത്ത് എന്താണ്, പൈലപ്പ് ചെയ്യും. അങ്ങനെ ഇതൊക്കെയാണ് എന്ത്, ഈ ഒരു കറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ എനിക്കിപ്പോൾ പറ്റില്ലെങ്കിലും എന്താണ്, ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് പ്രിവെയിലിംഗ് വിൻഡ്സ്, ഇൻസുലേഷൻ, സലൈനിറ്റി, അതുപോലെ തന്നെ ഗ്രാവിറ്റി. ഓക്കെ, ഗ്രാവിറ്റി, പ്രസിപ്പിറ്റേഷൻ, ഒരു സ്ഥലത്ത് മഴ എത്ര പെയ്യും അതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ കോറിയോലിസ് ഫോഴ്സ്. ഓക്കെ, കോറിയോലിസ് ഫോഴ്സ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കോറിയോലിസ് ഫോഴ്സ്, ഇതൊക്കെ എന്താണ്, ഈ ഒരു ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിനും അല്ലെങ്കിൽ ഓഷ്യൻ വാട്ടറിന്റെ ഒറിജിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഫാക്ടേഴ്സ് ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഇക്വറ്റോറിയൽ കൗണ്ടർ കറണ്ട്. കൗണ്ടർ കറണ്ടിന് എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ വാട്ട് ഫ്ലോ ഉള്ളത് നോക്കൂ. ഇതാണ് ഓഷ്യൻ കറണ്ട്സ്. ഇതാണ് എന്ത്, ഈ മൂവ് ചെയ്യുന്ന, ഓക്കെ, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് ഈ പോകുന്നതാണ് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഇതോ സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഇനി ഇത് രണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഇവിടെ വാട്ടർ എന്ത് ചെയ്യും, പൈലപ്പ് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റി കൊണ്ട് തിരിച്ച് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഈസ്റ്റ് വേർഡിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതാണ് എന്ത്, കൗണ്ടർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കൗണ്ടർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ആൻസർ ഏതായിരിക്കും, കൺവേർജൻസ് ഓഫ് ടു ഇക്വറ്റോറിയൽ കറണ്ട്സ്. ഇതായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, മൂന്നാമത്തെ എന്റെ ആൻസർ എന്ന് പറയുന്നത് കൺവേർജൻസ് ഓഫ് ടു ഇക്വറ്റോറിയൽ കറണ്ട്സ്. നോക്ക്, ഇന്നത്തെ ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയേ. ഇങ്ങനത്തെ കാര്യങ്ങൾ കൺസെപ്റ്റ് വെച്ചുള്ളത് നമുക്ക് എലിമിനേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഗസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതൊക്കെ കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 2015 എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകതയാണ്, കംപ്ലീറ്റ്ലി എന്താണ്, കൺസെപ്റ്റ് നല്ലോണം അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 2015 ഒരു പ്രത്യേകതയാണ് ജോഗ്രഫിയുടെ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് രണ്ടാമത്തത് ഓക്കെ ആർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, മൂന്നാമത്തതും അത് തന്നെയാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നത്, കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സ്. ഏതൊക്കെയാണ്, കുറച്ച് റിവേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. വംശധാര, ഇന്ദ്രവതി, പ്രാണാര്യ ആൻഡ് പെന്നാർ. ഓക്കെ, ഇതിനകത്ത് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഓക്കെ, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറി ഏതാണെന്ന്. ഓക്കെ, പെന്നാർ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, പെന്നാർ എന്ന് പറയുന്നത് കൃഷ്ണയുടെ ഒക്കെ ആ ഒരു താഴെ സൗത്തിലേക്കുള്ള ഒഴുകുന്ന ഒരു നദിയാണ്. ഓക്കെ, അപ്പൊ പെന്നാറിന് എന്ത് ചെയ്തു, ഞാൻ ഒഴിവാക്കി. പിന്നെ ഏതൊക്കെയാ ഉള്ളത്, 1, 2, 3യും അതുപോലെ തന്നെ 2 and 3. വംശധാരയും അല്ല. ഓക്കെ, വംശധാരയും എന്താ അല്ല, ആൻസർ അല്ല. ബാക്കി വരുന്നതിൽ ഏത് നമുക്ക് എടുക്കാൻ പറ്റും, ഏതാ, 2 and 3 ഓൺലി ആണ് എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, 2 and 3 ഓൺലി ആണ് ആൻസർ വരുന്നത്. വംശധാര എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രയിൽ കൂടെ ഒഴുകുന്ന മഹാനദിയുടെ ഗോദാവരിയുടെ ഒക്കെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒഴുകുന്ന ഒരു റിവർ ആണ് ഇത് വംശധാര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെന്നാറിലേക്ക് വരുവാണെങ്കിൽ കൃഷ്ണയുടെ ഒക്കെ സൗത്തിലായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ഇത് പെന്നാർ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ഇന്ദ്രാവതിയും അതുപോലെ തന്നെ ഏതും, ഇന്ദ്രാവതിയും പ്രണയിതയും എന്താണ്, ഓക്കെ, പ്രണായിത, പ്രണീത അങ്ങനെയൊക്കെ പറയും കേട്ടോ ആ സ്ഥലത്ത് വെച്ചിട്ട്. ഓക്കെ, അത് എവിടെയാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ അത് എന്തിന്റെ ട്രിബ്യൂട്ടറി ആണ്, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. നമ്മുടെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുന്ന ഭാഗം, ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ് ജോഗ്രഫി സംബന്ധിച്ച്. ഓക്കെ, സിവിൽ സർവീസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇന്ത്യൻ റിവേഴ്സ്, അതായത് ഹിമാലയൻ റിവേഴ്സും നോക്കുക, താഴെയുള്ള പെനിൻസുല റിവേഴ്സും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസും ഒറിജിനും സ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റും ഡാമും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളും ഇതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന്, ഒരു
ഒരു എന്താണ് കുറച്ച് ഒരു വലിയൊരു പാരഗ്രാഫ് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഈച്ച് ഡേ ഈസ് മോർ ഓർ ലെസ് ദ സെയിം. The morning is clear and bright with a sea breeze. As the sun climbs high in the sky, heat mounts up, dark clouds form, then rain comes. Okay, with thunder and lightning, but the rain is soon over. Okay, ഇത് ഏത് ക്ലൈമറ്റുമായിട്ട് അല്ലെങ്കിൽ ഏത് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട പാസേജ് ആണ് എന്നാണ് എന്ത് ചെയ്തതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്താണ് ഈച്ച് ഡേ ഈസ് മോർ ഓർ ലെസ് ദ സെയിം. ഓക്കെ, ഈച്ച് ഡേ എന്താണ് മോർ ഓർ ലെസ് ദ സെയിം എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെയോ സൺ ക്ലൈംസ് അപ്പ് ഹൈ ഇൻ ദ സ്കൈ, ഹീറ്റ് മൗണ്ട്സ് അപ്പ്, ഡാർക്ക് ക്ലൗഡ്സ് ഫോം, പിന്നെന്താണ് റെയിൻ വരുന്നു, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് ചെയ്തത് പറയുന്നത്. നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻ, അതായത് 5 to 10 ലാറ്റിറ്റ്യൂഡിൽ വരുന്ന റീജിയനിൽ ഡേയും നൈറ്റും എന്താണ് ഈക്വൽ ആണ്. ഓക്കെ, കാരണം എന്താണ് സണ്ണിന്റെ ടെമ്പറേച്ചർ എപ്പോഴും അല്ലെങ്കിൽ സണ്ണിന്റെ ഇൻസ്റ്റലേഷൻ എന്താണ് കൃത്യമായിട്ട് എപ്പോഴും ഒരേപോലെ എന്താണ് കിട്ടുന്ന ഒരു മേഖലയാണ് എന്ത് ഈ ഒരു 0 to 5 ഡിഗ്രി വരെയുള്ള ഭാഗം അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അവിടെ ഡേയും നൈറ്റും എന്താണ് ഡേ എന്താണ് മോർ ഓർ ലെസ് എന്താണ് സെയിം ആയിരിക്കും അല്ലെ, സെയിം ആയിരിക്കും. പിന്നെ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ 26-28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു മീൻ മന്ത്ലി ടെമ്പറേച്ചർ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് വാം ആയിട്ട് പെട്ടെന്ന് കോൺസ്റ്റന്റ് ആയിട്ട് എന്താണ് ഉണ്ടാവും, വാം കറണ്ട് അപ്ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, കൺവേർജൻസ് സംഭവിക്കും. ഓക്കെ, ലോ പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് മഴ പെയ്യും. 2000 mm പെർ ഇയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റെയിൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൂടെ കിട്ടുന്നത് ഏത് ഭാഗത്താണ് ഇത്രയും കാര്യങ്ങൾ ഉള്ളത്? ഇക്വറ്റോറിയൽ റീജിയനിലാണ് അല്ലെ. ഓക്കെ, മെഡിറ്ററേനിയൻ അല്ല. ഓക്കെ, മെഡിറ്ററേനിയൻ അല്ല നമുക്ക് പറയാം. മൺസൂൺ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൺസൂണും അല്ല. ഓക്കെ, മൺസൂൺ ഒരു സീസണൽ റിവേഴ്സൽ ആണെന്ന് നമുക്കറിയാം. പിന്നെ സാവന്ന ക്ലൈമറ്റും എന്താണ് ഇതുപോലെയല്ല അല്ലെ, സണ്ണ് ക്ലൈംബ് അല്ലെങ്കിൽ സണ്ണ് കൂടുതലാവുന്നുണ്ട്, ഡേ എന്താണ് ഡേയും നൈറ്റും സെയിം ആവുന്ന ആ ഒരു കണ്ടീഷൻ അല്ല സാവന്നയിലുള്ളത്. തന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇക്വറ്റോറിയൽ ആണ് ഈ ഒരു ആൻസർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യന് അതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഈസ് ടീക്ക് എ ഡോമിനന്റ് ട്രീ സ്പീഷീസ്? ടീക്ക് ഒരു ഡോമിനന്റ് ട്രീ സ്പീഷീസ് ആയിട്ടുള്ളത് ഈ തന്നേക്കുന്നതിൽ ഏതാണെന്നാണ്. ഒന്നാമത്തത് ഏതാണ്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. പിന്നെ എന്താണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഷ്രബ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് വിത്ത് ഗ്രാസ് ലാൻഡ്സ്. ഇത്രയാണ് എന്ത് ചെയ്തത് തന്നത് അല്ലെ. ഇതിൽ ടീക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ട്രീ സ്പീഷീസ് ആവുന്നത് ഇതിനകത്ത് ഏതാണെന്നല്ലേ ചോദിച്ചത്? ഇതിൽ ഏതാണ്? നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യണം, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇന്ത്യൻ ക്ലൈമറ്റും അതുപോലെ തന്നെ ഓരോ ക്ലൈമാറ്റിക് റീജിയൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് എന്തുണ്ട് റീജിയൻസ് ഉണ്ട്. ആ ക്ലൈമാറ്റിക് റീജിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെജിറ്റേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ജോഗ്രഫീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ ക്ലൈമാറ്റിക് റീജിയൻസും അതുമായിട്ട് ബന്ധപ്പെട്ട വെജിറ്റേഷൻസും എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നോക്കൂ, ഇതിനകത്ത് 18 ആറാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ഏതാണ്? എ ആണ്, അല്ലെങ്കിൽ ഒന്നാമത്തതാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഏതാണ്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് എന്താണ്, അതായത് മൺസൂൺ ഫോറസ്റ്റ് ആണ്. ഓക്കെ, മൺസൂൺ ഫോറസ്റ്റിലാണ് എന്തുണ്ടാവുക, ടീക്ക് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്ത് ശരി. ഓക്കെ, അവിടെയാണ് എന്തുണ്ടാവുക, ടീക്ക് ഉണ്ടാവുക. ടീക്ക്, അതുപോലെ തന്നെ സാൽ എന്ന് പറയുന്നത്, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിന്റെ എന്താണ് പെക്യുലാരിറ്റി ആണ്. ഡെസിഡിയസ് ഫോറസ്റ്റിന്റെ പെക്യുലാരിറ്റി ആണ്. ഓക്കെ, നാച്ചുറൽ വെജിറ്റേഷൻ എല്ലാ കൺട്രിയിലും എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ആവറേജ് റെയിൻഫോൾ ഒരു 100 to 200 സെന്റിമീറ്റർ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സഹ്യാദ്രി മേഖല, നോർത്ത് ഈസ്റ്റേൺ പാർട്ട് പെനിൻസുലയുടെ ആ ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഹിമാലയയുടെ ഫുട് ഹിൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? എ ആണ്. ഏതാണ്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഓക്കെ, ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് അറിയേണ്ടത്? ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയനുകൾ.
ഓക്കെ, അതിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റിനും അതിനകത്ത് തന്നെ വരുന്നതാണ്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് നമ്മൾ പഠിക്കും, സാവന്ന പഠിക്കും, മെഡിറ്ററേനിയൻ പഠിക്കും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ ക്ലൈമറ്റ് പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വെജിറ്റേഷൻസും പഠിക്കും. ഓക്കെ, ഓരോ സ്ഥലത്തുള്ള വെജിറ്റേഷൻസ് എന്താണ്, ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ ആണോ, ട്രോപ്പിക്കൽ തോൺ ഷ്രബ് ഫോറസ്റ്റ് ആണോ, എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടോ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവിടെയൊക്കെയാണ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. വേൾഡ് ജോഗ്രഫിയിലും പഠിക്കണം നമുക്ക്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിലും ഇത് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫി അല്ല ചോദിച്ചേ, ഇന്ത്യയിലാ ചോദിച്ചേ. ഇൻ ഇന്ത്യ ഏതാണ് ടീക്ക് ഒരു ഡോമിനന്റ് ട്രീ സ്പീഷീസ് ആയിട്ടുള്ളത്? ഇനി മറക്കില്ലല്ലോ, ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഓഫ് സൗത്ത് വെസ്റ്റ് ഏഷ്യ ഡസ് നോട്ട് ഓപ്പൺ ഔട്ട് ടു മെഡിറ്ററേനിയൻ സീ? മെഡിറ്ററേനിയനും ബ്ലാക്ക് സീ ഒക്കെ നമ്മൾ ഈ PYQ അനാലിസിസ് കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ കുറെ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലെ. വെസ്റ്റ് ഏഷ്യയുടെ ഭാഗത്ത് ഇപ്പോഴും എന്താണ് ടെൻഷൻ നിലനിൽക്കുന്നിടത്തോളം ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പോഴും എന്താണ് പ്രസക്തമാണ്. ഓക്കെ, നോക്കൂ, മെഡിറ്ററേനിയൻ സീ കാണാം അല്ലെ. ഈ മെഡിറ്ററേനിയൻ സീയിലേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന കൺട്രികൾ എന്താണ് തന്നേക്കാണ്. അതിനകത്ത് ഏതാണ് അല്ലാത്തതെന്നാണ്. തന്നയിലുള്ള സിറിയ ഇത് എവിടെ ഉണ്ട്, അതുപോലെ തന്നെ ലെബനൻ ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്. ഏതാ ഇല്ലാത്ത? ജോർദൻ അല്ലേ. സോ ജോർദൻ ആണ്. ജോർദൻ സിറിയയുടെ ഒക്കെ സൗത്തിലേക്ക് വരുന്ന ഒരു കൺട്രിയാണ്. സോ ഓപ്ഷൻ ബി. നോക്കൂ, ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം ഇപ്പോഴും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ലെബനനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ലോക്ക്ഡ് ആണ്, പക്ഷെ താഴെ ഒരു എന്തുണ്ട്, ഒരു ഗൾഫ് ഉണ്ട്, റെഡ് സീയിലേക്ക് തുറന്നു വിടുന്ന ഒരു ഗൾഫ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ലെബനൻ അല്ല ആൻസർ, സോറി ജോർദൻ അല്ല ആൻസർ. ഓക്കെ, ജോർദനെ സംബന്ധിച്ചിടത്തോളം സിറിയന്റെ താഴെയാണ്, എന്താണ് ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് എന്ത് ചെയ്യുക പറയാം. ഓക്കെ, ഈ ഭാഗം, ഈ ഒരു മാപ്പ് നിങ്ങളുടെ അറ്റ്ലസ് എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. ഏതൊക്കെ കൺട്രീസ് ഉണ്ട്, ഓക്കെ, ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഗൾഫുകൾ, കുറച്ച് സ്ട്രേറ്റ്സ് ഉണ്ട്. ഓക്കെ, സീ ഓഫ് മർമറ, അതൊക്കെ എന്താണ്, ഡാൻഡനുള്ള സ്ട്രേറ്റ്, ഇതൊക്കെ എന്താണ് UPSക്ക് ഇഷ്ടമുള്ള ഭാഗമാണ്. ഓക്കെ, ഇനി നോക്കിയേ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മിസോറാം. ഇൻ വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്സ് ഡു ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കേഴ്സ്? ഒരുപാട് വെജിറ്റേഷൻസ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഉണ്ട് അല്ലെ ഇപ്രാവശ്യം. നോക്കിയേ, ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഏതാ അല്ലെ, ഏതായിരിക്കും? നോക്കൂ, ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ ഇന്ത്യയിൽ ആകെ നമുക്ക് കാണാൻ പറ്റുക എവിടെയാണ്? ഒന്നുകിൽ വെസ്റ്റേൺ ഗാർഡ്സ്, അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ. ഓക്കെ, എവിടെയൊക്കെ ആയിരിക്കും? ഓർത്ത് വെക്കുക എപ്പോഴും എന്താണ്, നമ്മളൊരു ഈ ഒരു എവർഗ്രീൻ ഫോറസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ? വെസ്റ്റേൺ ഗട്ട്സിൽ, ആൻഡമാൻ നിക്കോബാറിലും, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും. ഇവിടെയൊക്കെ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ എന്ത് ഉള്ളു. അപ്പൊ ഹിമാചൽ പ്രദേശിന് എന്താ, ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് ഫോറസ്റ്റ് ആണ് അവിടെ ഉള്ളത്? ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശ് ഒഴിവാക്കുക, രണ്ടാമത്തെ ഒഴിവാക്കിയിട്ട് ആൻസർ ഏതാണ്? 1 and 3 ഓൺലി ആണ്. ഓക്കെ, 1 and 3 ഓൺലി. ഓക്കെ, 1 ഓൺലി അല്ല, 2 and 3 ഓൺലി അല്ല, 1, 2, 3 അല്ല, 1 and 3 ഓൺലി ആണ്. അരുണാചൽ പ്രദേശും മിസോറാമും ആണ് എന്ത് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യം നമുക്ക് ഇത്രയും നോക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ ജസ്റ്റ് PYQ അനാലിസിസ് കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം എന്താണ്, PYQ അനാലിസിസ് സെഷൻ ഇല്ലാതെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് മാത്രവും പറ്റില്ല, ഇതില്ലാതെയും പറ്റില്ല. സോ എന്ത് ചെയ്യണം, ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് PYQ അനാലിസിസിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും, റെഡി ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എന്താണ് ഉത്തരവാദിത്തമാണ്. നമ്മളത് എന്തായാലും കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സസിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ എടുക്കുന്ന ഈ ഒരു PYQ അനാലിസിസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ പറയുക. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയേ ഉള്ളൂ. എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്.
സോ താങ്ക് യു.